ഹലോ, എല്ലാവരും സേഫാണല്ലോ അല്ലേ? എല്ലാവരും സേഫായിട്ട് സന്തോഷമായിട്ടിരിക്കട്ടെ, അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ കറി മോര് കാച്ചിയതാണ് കേട്ടോ. മോര് കറി നമ്മളെപ്പോഴും എല്ലാവരും വെക്കാറുള്ളതാണ്. ഇത് മോര് കാച്ചിയതാണ്. അവർക്കൊക്കെ എപ്പോഴുള്ളൊരു പ്രശ്നമാണ് വിശപ്പില്ലായ്മ. ഇത് കൂട്ടി നമ്മൾ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ദഹനം നടക്കും, അവർക്ക് നല്ല വിശപ്പും ഉണ്ടാവും. വെളുത്തുള്ളി, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ചുവന്നുള്ളി, കറിവേപ്പില, പച്ചമുളക്, നല്ല ജീരകം, കുരുമുളക് പൊടി, ആവശ്യത്തിന് എരിവിനനുസരിച്ച് എല്ലാം എടുക്കാം. ഇതൊരു ടീസ്പൂൺ അരിപ്പൊടിയാണ്. പിന്നെ വേണ്ടത് മോരാണ്. മോര് ഞാൻ കുട്ടികൾക്ക് വേണ്ടി ഞാൻ വീട്ടിൽ ഉണ്ടാക്കുന്ന മോര് തന്നെയാണ് കേട്ടോ. നല്ല നെയ്യൊന്നും എടുക്കാത്ത നല്ല കട്ടിയുള്ള മോരാണ്. അത് നമ്മൾ ഒരു വലിയ ഗ്ലാസ്സിന് 1 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നത് മോര് പുളിയുള്ളതായതുകൊണ്ടാണ്. നമ്മൾക്ക് മോര് പുളി കുറവുള്ളതാണെങ്കിൽ നിങ്ങൾ അത്രയും വെള്ളം ഒഴിക്കേണ്ട. പിന്നെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ ടീസ്പൂണിന് 1.5 ടീസ്പൂണും മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഇത് എല്ലാം നല്ല ദഹനം നടക്കുന്ന സാധനങ്ങളാണ്. നമ്മുടെ ഇഞ്ചി ആണെങ്കിലും വെളുത്തുള്ളി ആണെങ്കിലും ചുമന്നുള്ളി ആണെങ്കിലും അതുപോലെ നല്ല ജീരകം, കുരുമുളക്, അതെല്ലാം ഇതിൽ നമ്മൾ ചേർക്കുന്നതൊക്കെ അത്രയും നല്ല നമുക്ക് ഡൈജഷൻ നന്നായിട്ട് നടക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ നന്നായിട്ട് ദഹനത്തിനും അതുപോലെ വയറിൽ പുണ്ണ് അങ്ങനെയൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. ഇതൊക്കെ നന്നായി വെന്ത് കഴിഞ്ഞാലാണ് നമ്മൾ ഈ മോര് ചേർക്കുന്നത്. ഒരു 5-10 മിനിറ്റ് അതൊന്ന് വേവിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ മോര് ഇതിലേക്ക് ചേർക്കുന്നത്. മോര് ചേർത്ത് വല്ലാതെ പൊട്ടി പോകരുത്. അതിന് മുന്നേ ആയിട്ട് തന്നെ നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ആ 1 ടീസ്പൂൺ അരിപ്പൊടി കലക്കിയത് ഇതിലേക്ക് ചേർക്കാം. അരിപ്പൊടി നമ്മളിതിൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ എന്താ പറയുക, ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഈ അരിപ്പൊടിയാണല്ലോ അത് അടിയിൽ പോയിട്ട് കുറുകി നിന്നിട്ട് നമ്മൾ കറി അടി പിടിച്ച പോലെ ആവും. അപ്പോൾ അത് നന്നായിട്ട് ഇതിൽ തിളച്ച് വരുന്നത് വരെ പിന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ തിളച്ചുകൊണ്ട് കുഴപ്പമില്ല, നമ്മൾ അരിപ്പൊടി ഇട്ട് കഴിഞ്ഞല്ലോ. അപ്പോൾ പിന്നെ മോര് പൊട്ടിപ്പോകുമൊന്നുമില്ല. അപ്പോൾ നന്നായി കറിയൊക്കെ തിളച്ച് നല്ല പാകമായി വന്നിട്ടുണ്ട്. നമുക്ക് ഇത് നമ്മുടെ മോര് കാച്ചിയത് ഇവിടെ റെഡിയാണ്. ഇത് താളിച്ച് വെച്ചത്. അതിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കട്ടെ. എല്ലാവർക്കും ഈ കറി നല്ല ഇഷ്ടമാണ്. അപ്പോൾ അവർ നന്നായിട്ട് ഫുഡ് കഴിക്കുകയും ചെയ്യും. കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ നമുക്ക് കൊടുത്തയക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ മോര് കാച്ചിയത്. മക്കൾക്ക് എപ്പോഴും ഫുഡ് കഴിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അടുത്ത വീട്ടിലൊരു അമ്മമ്മ പറഞ്ഞു തന്നതാണ് എനിക്ക് കറി. അപ്പോൾ നമ്മുടെ നാടൻ കറിയാണ്. നമ്മുടെ പഴമക്കാർ ചെയ്തു പോന്നിരുന്ന വിശപ്പിനും കുട്ടികൾക്ക് ഡൈജഷനൊക്കെ വേണ്ടി ചെയ്തു പോന്നിരുന്നൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്യും. പോകുന്നതിന് മുന്നേ ഒന്ന് ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.